സാർ നമസ്കാരം. നമസ്കാരം. ബഹുമാന്യനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാര്യമായ വിമർശനങ്ങളൊന്നും ഉയർത്താനുള്ള കാതലായ കാര്യങ്ങളൊന്നും ഇതുവരെയും സംഭവിച്ചിട്ടില്ല. 2 മാസമേ ആകുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക്. ഒരു ചുരുങ്ങിയത് അവർക്ക് ഭരിക്കാനുള്ള ഒരു സമയം നമ്മൾ എല്ലാവരും കൽപ്പിച്ചു കൊടുക്കണം. 6 മാസമെങ്കിലും അവർക്കൊരു സമയം കൊടുത്താലേ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് ഇരുന്നിട്ട് ആലോചിക്കാനുള്ള സമയം കൊടുക്കണമല്ലോ. ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാന്യായ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ്റെ ഒരു വാർത്താ സമ്മേളനം ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം എവിടെ വരെയായി എന്നുള്ള ചോദ്യത്തിന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞത് ആ കേസ് ഒരു കുഴഞ്ഞു മറിഞ്ഞ കേസായി മാറി. കാരണം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടന്ന ഈ സംഭവത്തിൽ അവരുടെ തന്നെ SIT അന്വേഷിച്ച് കണ്ടെത്തിയ എല്ലാ പ്രതികൾക്കും കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതിന്റെ പേരിൽ സ്വാഭാവിക ജാമ്യം കിട്ടി അവരെല്ലാവരും പുറത്തിറങ്ങി. ഈ കക്കാൻ മിടുക്കരായ ആളുകൾ കളവിന്റെ തെളിവ് നശിപ്പിക്കാനും മിടുക്കന്മാരായിരിക്കും. അതുകൊണ്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഈ പ്രതികൾ എല്ലാവരും തന്നെ, ഒരാൾ അതിൽ മരിച്ചുപോയി, മുരാരി ബാബു എന്ന് പറഞ്ഞ ദേവസ്വം ഉദ്യോഗസ്ഥൻ മരിച്ചുപോയി. ബാക്കി എല്ലാവരും എന്ന് മരണമാണ് നമ്മൾ പുറത്തിറങ്ങിയത്. എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എന്തായാലും അദ്ദേഹം ഹീസ് നോ മോർ. ഇവിടെ സംഭവം കെ മുരളീധരൻ സൂചിപ്പിക്കുന്നത് ഈ കളവ് നടത്തുക എന്ന് പറഞ്ഞാൽ അതീവ വിദഗ്ധമായി ചിന്തിക്കുന്ന ആളുകളും പ്രവർത്തിക്കുന്ന ആളുകളുമാണ് അതിൽ മിടുക്കന്മാരായിരിക്കും. അപ്പോൾ കളവ് മുതൽ അതിൻ്റെ തെളിവ് നശിപ്പിക്കുന്നതും എല്ലാം ഇവർ മിടുക്കനാണ്. അങ്ങനെ ഇവർ പുറത്തിറങ്ങിയ ആളുകൾ തെളിവ് നശിപ്പിച്ചിട്ടുണ്ടാവും. അത് കണ്ടെത്താൻ അതുകൊണ്ട് തന്നെ സങ്കീർണമായൊരു കേസായി മാറുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നൊരു അന്വേഷണമായതിൻ്റെ പേരിൽ SIT റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാരിന് ഈ കേസുമായി മുന്നോട്ട് പോകാൻ നിയമപരമായി പരിമിതികളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മറ്റൊരു കാര്യം കൂടി രാജ്മോഹൻ സാറിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് ശ്രീ വി.ഡി. സതീശൻ അത്തരമൊരു കാര്യം പറഞ്ഞത്. അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പ പാളി അത് യഥാർത്ഥത്തിൽ അന്യസംസ്ഥാനത്ത് കോടീശ്വരനായ അയ്യപ്പ ഭക്തനായ ഒരു വ്യവസായിക്കാണ് കൈമാറ്റം ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒരു കാരണവശാലും വി.ഡി. സതീശനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കയ്യടി കിട്ടാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക പതിവല്ല. കൃത്യമായും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹം അത് പറഞ്ഞത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് മറ്റൊരു കാര്യം തന്നെയാണ്. അതായത് ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണമായി ബന്ധപ്പെട്ട ചില വിനിമയങ്ങൾ, അതായത് കച്ചവടങ്ങൾ വിദേശത്ത് കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന തൻ്റെ ഒരു സുഹൃത്ത് തന്നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല അയാളെ SITയുമായി ബന്ധപ്പെടുത്തി. SITക്ക് മുൻപിൽ അദ്ദേഹം ആ വ്യവസായി മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെ കെ മുരളീധരൻ എല്ലാ വർഷവും കഴിയുന്നത്ര രീതിയിൽ അദ്ദേഹം കെട്ടുനിർത്തി ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. വി.ഡി. സതീശൻ കെട്ടുനിർച്ച് ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. രമേശ് ചെന്നിത്തലയും അയ്യപ്പ ഭക്തനാണ്. അപ്പോൾ ഈ 3 പേരും ഇന്നിപ്പോ കേരളത്തിലെ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നു. ഒരാൾ മുഖ്യമന്ത്രി, അപരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മറ്റൊരാൾ ദേവസ്വം വകുപ്പ് മന്ത്രി. അങ്ങനെയെങ്കിൽ പുതിയ സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളിളക്കമുണ്ടാക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് UDFന് അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് ഒരു പ്രത്യേക പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്നുള്ള ആ ഒരു പാട്ട് സാധാരണക്കാരുടെ ഉള്ളിലേക്ക് എത്ര കണ്ട് ആഴത്തിലിറങ്ങി, വിശ്വാസികളായ ആളുകളുടെ ഉള്ളിലേക്ക് എത്ര കണ്ട് ആഴത്തിലിറങ്ങി എന്നുള്ളതിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു ഈ കുറി UDFന് കിട്ടിയ 1 കോടി വോട്ട്. 1 കോടി വോട്ട് അധികം നേടി. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി എവിടെയാണ് വിറ്റിരിക്കുന്നത് എന്നറിയാമായിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയായപ്പോൾ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒരു നടപടി എടുക്കാനായിട്ട് കൂടുതൽ മുന്നോട്ട് വരാത്തത്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇത് തന്നെയാണ് പറഞ്ഞത്. വിദേശത്ത് കേന്ദ്രീകരിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉരുപ്പടികൾ വിറ്റഴിക്കപ്പെട്ടു എന്ന് തൻ്റെ ഒരു സുഹൃത്ത് തന്നോട് പറഞ്ഞപ്പോൾ അത് SITക്ക് മുമ്പിൽ മൊഴിയായി ആ വ്യവസായിയെ കൊണ്ട് തന്നെ കൊടുപ്പിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രി. ദേവസ്വം വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ കൈകഴുകി മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഏത് സർക്കാർ വന്നാലും ദേവന്റെ മുതൽ കക്കും. അതായത് ഈ സർക്കാർ കട്ടതല്ല, കാട്ടിലെ തടി തേവരുടെ ആന വലിയുടെ വലി എന്നുള്ള മട്ടിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഈ സർക്കാർ മിഴിച്ചു നിൽക്കുന്ന കാഴ്ചയാണോ കാണാൻ കഴിയുന്നത്? വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഈ കാര്യത്തിൽ കാണിച്ചിരുന്ന ആർജവും ജാഗ്രതയും മുഖ്യമന്ത്രിയായപ്പോൾ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ആരെങ്കിലും ചോദിച്ചാൽ അവരെ തെറ്റു പറയാൻ സാധിക്കുമോ? എന്താണ് രാജ്മോഹൻ സാറിന് പറയാനുള്ളത്? പ്രദീപിൻ്റെ സംശയം ന്യായമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂട്ടറെ നിയമിച്ചപ്പോൾ തന്നെ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്ന പ്രോസിക്യൂട്ടറെയാണ് ഗവൺമെൻറ് പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചത്. അതെ, അതൊരു മെസ്സേജാണ്.
ഈ കേസ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന് കൃത്യമായൊരു മെസ്സേജാണ് തന്നത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായ താങ്കൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പറയൂ. താങ്കൾ ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കാര്യങ്ങൾ പറയുമ്പോൾ, അവരുടെ മുൻകാല നിലപാടുകൾ പറയുമ്പോൾ, അന്വേഷണത്തെക്കുറിച്ച് പറയണമെന്ന് പറയുമ്പോൾ അവിടുത്തെ വിട്ടുപോയ ഒരെണ്ണമുണ്ട്. BJPയുടെ 3 MLA-മാരുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ, അവരുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ, മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ ഉൾപ്പെടെയുള്ള 3 മെമ്പർമാർ നിയമസഭയിലുണ്ട്. അവരും ഇതിൻ്റെ പിന്നാമ്പറങ്ങളിൽ കൂടെ ഓടി നടന്ന് കുറച്ച് വോട്ട് സംഘടിപ്പിച്ച് ജയിച്ചവരാണ്. ഇവരും സൈലൻ്റാണ്. BJP സൈലൻ്റാണ്. കോൺഗ്രസിലെ ഏറ്റവും വലിയ ഗർജിക്കുന്ന സമൂഹങ്ങൾ സൈലൻ്റാണ്. രമേശ് ചെന്നിത്തലയും സതീശനൊക്കെ സൈലൻ്റാണ്. BJP സൈലൻ്റാണ്. CPM-കാർ സൈലൻറ്റിന് അതിനേക്കാൾ എന്തെങ്കിലും സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. ആ രീതിയിൽ സൗണ്ട്ലെസ് ആണ്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ജനങ്ങൾ കൃത്യമായ മാൻഡേറ്റ് കൊടുത്തു. ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നത്തിൽ പിണറായി വിജയനും മുമ്പുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എടുത്തിരിക്കുന്ന എല്ലാ നടപടികളും തെറ്റാണെന്നും അതിനുള്ള ശിക്ഷയായിട്ട് കൂടിയാണ് അടികൊടുത്തത്. പക്ഷേ അതിനെ ആ ശിക്ഷ ജനങ്ങൾ കൊടുത്ത അടിയെ ബാമൊക്കെ പറ്റി പിണറായി വിജയനെയും ഗവൺമെൻറ്റിനെ സൂപ്പിക്കാനുള്ള ശ്രമമാണോ, അതോ ഇവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഈ കേസുകളിൽ പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ പല സംശയങ്ങൾ സാധാരണക്കാരുടെ മനുഷ്യരുടെ മനസ്സിലേക്ക് ഉണ്ടാകുമ്പോൾ അതിനെ വിശദീകരണം എന്ന് പറയുന്ന സാധനമുണ്ട്. ഇടതുപക്ഷം പരാജയപ്പെട്ടത് വിശദീകരണങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് അത്ര മോശമായിരുന്നു. മറിച്ച് അതേ സ്റ്റൈൽ തന്നെയാണ്, റെസ്പോൺസ് ഇല്ലായ്മയുടെ സ്റ്റൈലാണ് ആരും പുറപ്പെടുവിക്കുന്നത്. രമേശ് ചെന്നിത്തലയും സതീശനൊക്കെ പറയുന്നത് ഈ 12 ദിവസം കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം അവർക്ക് കിട്ടിയെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൂടുതൽ ഉത്തരവാദിത്വത്തിന് അവർക്ക് മാറാൻ പറ്റുമോ? തീർച്ചയായും. അതിന് കോടതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കോടതിയിൽ ഇവർ പോയോ? നേരത്തെ വേണമല്ലേ കേസ് വിട്ടുപോകും എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ ഇവർക്ക് പറ്റുമല്ലോ. അല്ല, ഇതിലിപ്പോൾ സാങ്കേതികത്വം പറയുമ്പോൾ തീർച്ചയായും നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നു. അന്വേഷണം ഇപ്പോഴും SIT നടത്തിയ അന്വേഷണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല. SIT കുറ്റമറ്റ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് പറയുന്നത് വരെ ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നിലവിലുള്ള ഒരു കേസിൽ പുതിയ സർക്കാരിന് ഇടപെടുന്നതിൽ പരിമിതികൾ ഉണ്ടെന്ന് പറയുമ്പോൾ നിയമപരമായ രീതിയിൽ പരിമിതികൾ ഉണ്ടാകാം. അവിടെ ഈ പരിമിതികളുണ്ടെന്നും കേസ് ഇങ്ങനെ വിഡ്രോ ചെയ്യപ്പെടുമെന്നും അല്ലെ ജാമ്യം കിട്ടിപ്പോകുമെന്നും അറിയാമെങ്കിൽ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കോടതിയിൽ അഡ്വാൻസ് ആയിട്ട് പോകാമല്ലോ. ഇത് അവധി വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? എത്രയോ കേസിന് അർജന്റ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുക്കത്തില്ലേ? ഇവിടെ ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരൻ ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെ അതാണ്. കാരണം ഈ കള്ളന്മാരെന്ന് പറഞ്ഞ മിടുക്കന്മാരാണ്. അപ്പോൾ അവർ കളവ് നശിപ്പിക്കാനും കളവ് മുതൽ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒതുക്കുന്നതിനോ അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിനും മിടുക്കന്മാർ തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാവരും സ്വാഭാവികമായി ജാമ്യം കിട്ടി പുറത്തിറങ്ങാനുള്ള സാഹചര്യം മുൻ സർക്കാരുണ്ടാക്കി. അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യം കൂടി അവർ സൃഷ്ടിച്ചു കൊടുത്തു. അപ്പോൾ തെളിവില്ലാത്തൊരു കേസിൻ്റെ പുറകെ പോയി അതിനി തെളിവുണ്ടാക്കിയെടുക്കുക, അതിന് തുമ്പുണ്ടാക്കി ആ കേസ് തെളിയിക്കുക എന്നുള്ളത് സങ്കീർണമായൊരു വിഷയം തന്നെയാണ്. എന്നാൽ അത് നടക്കില്ല എന്നല്ല മുരളീധരൻ പറഞ്ഞത്. പക്ഷെ സങ്കീർണമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ കേസിന് പ്രതിപക്ഷത്തായിരുന്ന കോൺഗ്രസിന്റെ ആർജവം ഭരണത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അത്ര കണ്ടത് കാണുന്നില്ല എന്നുള്ളതാണ്. അഥവാ അവർ പറയുന്നതാണ് യാഥാർത്ഥ്യമെങ്കിൽ പിന്നെ ഈ അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റിയതിൽ ഏത് തരത്തിലുള്ള ഒരു നീതിയാണ് അവിടെ നടപ്പാകുക എന്നുള്ള ആശങ്ക ജനത്തിന് തീർച്ചയായും ഉണ്ടല്ലോ. അല്ല, ഇവിടെ നീതി നടപ്പാകുന്നുണ്ട്. ഇപ്പം എന്ത് മറുപടി ഇവർ പറയുന്നേ? ഇവരെന്നാ ഇത് ഏതെങ്കിലും തരത്തിൽ കോടതി ഇപ്പോൾ എല്ലാം കൂടെ ഹൈക്കോടതിയുടെ പടലേക്ക് വെച്ചിരിക്കുകയാണ്. ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി, ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ ഇതിനു വേണ്ടി അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഹർജി ഹൈക്കോടതിയിലോ വേറെ സുപ്രീം കോടതിയിലോ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് തന്നെ പറയാമല്ലോ, അർജന്റ് മാറ്ററാണിത്, കേരളത്തിൻ്റെ ജനങ്ങൾ വളരെ വികാരപരമായി കാണുന്ന മാറ്ററാണ്, എന്തേ ചെയ്യാത്ത എന്ത്? BJP-ക്കാർക്ക് വേണേൽ കോടതി പോകാമല്ലോ. BJP-ക്കാർക്ക് കോടതി പോകാം. ഇവരാരും പോകുന്നില്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് ഇത് ഒരു ഏകാംഗ ഗെയിമല്ല, സോളോ മാച്ചല്ല. ഇതെല്ലാവരും കൊണ്ട് ഒരു ടീം സ്പിരിറ്റോടെ UDF ടീം എന്ന് പറഞ്ഞാൽ, കറപ്ഷൻ ടീം എന്ന് പറഞ്ഞാൽ, ശബരിമല കൊള്ള ടീം എന്ന് പറഞ്ഞാൽ ഒരു ടീം ഉണ്ടാക്കിയിട്ട് എങ്ങനെ പറഞ്ഞാൽ ശരിയാ, സതീശൻ പറഞ്ഞ പോലെ ശരിയാ, UDF ടീം ഒരു ടീമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യും. ആ ടീമായിട്ട് വർക്ക് ചെയ്ത് അയ്യപ്പനെ കൊള്ളയടിച്ചുകൊണ്ട് പോകാനാണെന്ന് സംശയം മാത്രമേ ഉള്ളൂ. അല്ല, ഈ ടീം UDF-ന്റെ ആ നേരത്തെ കാണിച്ച ആർജവത്വം, ആ ജാഗ്രത, അത് ആരംഭശൂരത്വമായിരുന്നില്ല. അധികാരത്തിലെത്താൻ വേണ്ടി നടത്തിയ കേവലം ഗിമ്മിക്സുകളായിരുന്നില്ല എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ശ്രീ VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കുണ്ട്, ശ്രീ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്, ദേവസ്വം വകുപ്പ് മന്ത്രിയായ ശ്രീ മുരളീധരനുണ്ട്. ഇതിലൊന്നും യാതൊരു തർക്കമില്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾ അധികാരത്തിലേറ്റിയ ആളുകൾ,
അവർ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ ജനങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളിലും അവർ ഇത്തരത്തിലുള്ള നീതിയുക്തമായ തീരുമാനത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. അതിന് സാങ്കേതികത്വം മറികടക്കാൻ സാധിക്കുമെങ്കിൽ അതിന്റെ നിയമപരമായ സാങ്കേതികത്വം എങ്ങനെ മറികടക്കും എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളുടെ പരിമിതമായ നിയമജ്ഞാനം വെച്ചുകൊണ്ട് നമുക്ക് പറയാനേ സാധിക്കൂ. എന്തായാലും ശബരിമലയിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട ദേവസ്വം അത് കണ്ടെത്തണം. തീർച്ചയായും അത് സാധാരണക്കാരായ ആളുകൾ കെട്ടുനിറച്ചായാലും അവിടെ ഇടുന്ന കാണിക്കയായാലും വിജയമല്യെ പോലുള്ള കോടീശ്വരന്മാർ പൂശിക്കൊടുക്കുന്ന സ്വർണമായാലും അത് ദേവന്റെ സ്വത്താണ്, ദേവസ്വമാണ്. ഈ ദേവസ്വത്തിൽ കൈയിട്ട് വാരിയ ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണം. അത് ദേവന്റെ സ്വത്ത് കണ്ടെത്തണം. ഇത് പുതിയ സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. സാങ്കേതികത്വം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനോ സാധിക്കില്ല. അത് സാധ്യമല്ല. അത്തരത്തിലൊരു നടപടിക്രമങ്ങൾ ഒരു കാരണവശാലും വി ഡി സതീശന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നീതിയുക്തമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രിക്കാകട്ടെ, ആകണം.